അഡ്വക്കേറ്റ് ബി എൻ ഹസ്കർ, ഇപ്പോൾ ഇടത് പാർട്ടികൾ ലക്ഷ്യമിടുന്നത്, പ്രത്യേകിച്ച് CPM ലക്ഷ്യമിടുന്നത്, കേരളത്തിൽ എങ്ങാനും ഒരു സീറ്റിൽ താഴെ, അതായത് 0-ലേക്ക് പോകുമോ എന്നുള്ള പേടി പോലും ഉണ്ടല്ലോ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾ വെച്ച് നോക്കുമ്പോൾ. അതായത് BJPക്ക് അക്കൗണ്ട് തുറക്കുകയും LDFന് ഒരു സീറ്റും കിട്ടാതെ പോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പോലും ഭയപ്പെടുന്നുണ്ടോ ഇപ്പോൾ? മഞ്ജുഷേ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷത്തിന് ആത്മവിശ്വാസമുള്ള ഒരു സാഹചര്യം തന്നെയാണ്. ഒരു തരത്തിലും ഈ എക്സിറ്റ് പോളുകളിൽ ഇടതുപക്ഷം വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. കാരണം എക്സിറ്റ് പോളുകൾ പലപ്പോഴും പിശകിയിട്ടുണ്ട്. ആ പിശകുകൾ വരുന്നത് ഇത് ശാസ്ത്രീയമല്ല എന്നുള്ളത് കൊണ്ടും മാത്രമല്ല, കോർപ്പറേറ്റ് താല്പര്യങ്ങൾക്കനുസരിച്ച് വലതുപക്ഷ മാധ്യമങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആ വലതുപക്ഷ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള ഒരു എക്സിറ്റ് പോൾ ആണ്. എക്സിറ്റ് പോൾ അതുകൊണ്ടാണ് കോൺഗ്രസ് അടക്കം ആ തുടക്കത്തിൽ ഇതിന്റെ ദേശീയ മാധ്യമങ്ങളിൽ ചർച്ചകൾക്ക് പങ്കെടുക്കണ്ട എന്ന് തീരുമാനിക്കുകയും അങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിന് ശേഷം കോൺഗ്രസ് ആ നിലപാട് മാറ്റി ചർച്ചകളിൽ പങ്കെടുക്കാൻ തീരുമാനിച്ചു. അത് ആത്മവിശ്വാസം നഷ്ടപ്പെട്ടത് കൊണ്ടും പരാജയം സമ്മതിക്കുന്നു എന്ന അർത്ഥത്തിൽ BJP ക്യാമ്പുകളിൽ നിന്ന് വന്നിട്ടുള്ള പ്രചരണത്തെ തുടർന്നായിരുന്നു അങ്ങനെ ഒരു സാഹചര്യം, അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത്. ഇവിടെ ഏത് അർത്ഥത്തിലാണ് ഈ എക്സിറ്റ് പോളുകളെ നമുക്ക് വിശ്വസിക്കാനാവുക? ബംഗാളിലും തമിഴ്നാട്ടിലും കേരളത്തിലും 3 സീറ്റുകളെ സംബന്ധിച്ചാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. അപ്പോ NDAക്ക് കേരളത്തിൽ 3 സീറ്റ് കിട്ടുമെന്ന് BJPയുടെ കോർ കമ്മിറ്റികൾക്ക് പോലും ഒരു കാരണവശാലും ഒരിക്കൽ പോലും ആത്മവിശ്വാസത്തോടെ പറയാത്ത ഒരു കാര്യമാണത്. 3 സീറ്റുകൾ കേരളത്തിൽ NDA അവർ മത്സരം തന്നെ സംഘടിപ്പിക്കുന്നത് 2 സീറ്റുകളിൽ മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും കടുത്ത മത്സരം നടക്കുന്ന ആ 2 സീറ്റുകൾ അവകാശവാദം ഉന്നയിച്ചാൽ പോലും ഇത്തരത്തിലേക്ക് എത്താൻ കഴിയില്ല. ഒന്ന്, തമിഴ്നാട്ടിൽ 4 സീറ്റും വരെ ലഭിക്കും എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ രാഷ്ട്രീയത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്തത് കൊണ്ടും തമിഴ്നാട്ടിലെ ദ്രാവിഡ രാഷ്ട്രീയമാണ് എല്ലാ കാലത്തും തമിഴ്നാട്ടിൽ മുന്നിട്ട് നിന്നിട്ടുള്ളത്. ആ തമിഴ്നാട്ടിൽ ഏതെങ്കിലും അർത്ഥത്തിൽ ആ ദ്രാവിഡ രാഷ്ട്രീയത്തിന്റെ ഏഴയിലത്ത് സംഘപരിവാർ രാഷ്ട്രീയത്തിന് എത്താനാവുന്നില്ല എന്നുള്ളതാണ്. കാരണം കടുത്ത സംഘപരിവാർ വിരുദ്ധതയാണ് ഒരുപക്ഷെ കേരളത്തെക്കാളും അപ്പുറം തമിഴ്നാട്ടിലുള്ളത്. അപ്പൊ ആ സാഹചര്യം, അത് അവിടുത്തെ ജാതി വ്യവസ്ഥയുടെ കൂടി പ്രശ്നം കൂടിയുണ്ട്. അവിടുത്തെ ജാതി വ്യവസ്ഥയിൽ അവിടെ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യം മുതലെടുക്കാൻ DMKക്ക് കഴിയും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തമിഴ്നാട്ടിൽ ഇപ്പോൾ സ്വാഭാവികമായും ഹിന്ദി ഹൃദയഭൂമിയിൽ, ഉദാഹരണത്തിന് UP, മധ്യപ്രദേശ്, രാജസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിൽ സീറ്റുകൾ പിന്നോക്കം പോകും. കഴിഞ്ഞ പ്രാവശ്യം 2019 BJP നേടിയ NDA മുന്നണി നേടിയ സീറ്റുകൾ ലഭിക്കില്ല എന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുമ്പോൾ. പക്ഷേ അഡ്വക്കേറ്റ് ഹസ്കർ, ഇങ്ങോട്ട് കേരളത്തിലേക്ക് വരുമ്പോൾ താങ്കൾ എത്ര സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് LDFന് കേരളത്തിൽ? ഈ 0 വരെ ഓരോ എക്സിറ്റ് പോൾ വരുമ്പോൾ ഏത് രീതിയിലാണ് താങ്കളുടെ ഒരു വിലയിരുത്തൽ? ഇപ്പോൾ ഒരു 7-8 സീറ്റുകൾ ഓൾറെഡി UDFന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് എന്ന രീതിയിൽ തന്നെയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. ബാക്കിയുള്ള സ്ഥലങ്ങളിലാണല്ലോ LDFന് കടുത്ത മത്സരം കാഴ്ചവെക്കുവാനെങ്കിലും കഴിഞ്ഞിട്ടുള്ളത്. അതിലെത്ര സീറ്റുകൾ LDFന്റെ പോക്കറ്റിലേക്ക് വരും ഇത്തവണ? 6 മുതൽ 8 വരെ സീറ്റുകൾ LDFന് ലഭിക്കും എന്നു തന്നെയാണ് ഞാൻ ഇപ്പോഴും കരുതുന്നത്. കാരണം അത് തന്നെയായിരുന്നു ഇടതുപക്ഷത്തിന്റെ ഒരു വിലയിരുത്തലും. എന്തു വന്നാലും 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് തന്നെയായിരിക്കും കേരളത്തിൽ നിന്ന് ലഭിക്കുക. ഒരു സംശയവും അക്കാര്യത്തിൽ വേണ്ട. അതാണ് നിലവിലത്തെ സാഹചര്യവും ഒടുവിലത്തെ കണക്കുകൾ സൂചിപ്പിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. അപ്പോ കേരളത്തെ സംബന്ധിച്ചിടത്തോളം 20 സീറ്റും ഇന്ത്യ മുന്നണിക്ക് ലഭിക്കുന്ന സാഹചര്യം വന്നാൽ 3 സീറ്റ് എന്ന എക്സിറ്റ് പോൾ ഫലം കുറയുന്നു. അതുപോലെ 1% ഇന്ത്യ ഒട്ടാകെ കണക്കുകളിൽ വ്യത്യാസം വരുമ്പോൾ കൃത്യമായും ഇന്ന് ശ്രീ രാഹുൽ ഗാന്ധി അവകാശവാദം ഉന്നയിച്ചതുപോലെ ഒരു ആത്മവിശ്വാസം ഇന്ത്യ മുന്നണിയുടെ ക്യാമ്പുകൾക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഒരു വസ്തുത. LDFന് സീറ്റ് കേരളത്തിൽ കുറയുകയാണെങ്കിൽ, കുറയുക എന്ന് പറഞ്ഞാൽ 1-ൽ നിന്ന് കുറയാനുള്ളതേ ഉള്ളൂ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു സീറ്റിൽ കുറവായ, അതായത് ഒരു സീറ്റും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഭരണവിരുദ്ധ വികാരമുള്ളൂ എന്ന് പറഞ്ഞൊഴിയുമോ? അങ്ങനല്ല. ഏതൊരു ഘട്ടത്തിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ആ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ സംസ്ഥാന നിയമസഭയുടെ തെരഞ്ഞെടുപ്പിനെ സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തലായി കരുതാനാവില്ല. ഒരുപക്ഷെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ 3-4 ആളുകളുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ അവർ ക്ഷേമ പെൻഷൻ കൊടുക്കാത്തത് കൊണ്ട് ഈ സർക്കാരിനെതിരെ ഒരു വികാരമുണ്ട് എന്ന്, അത് ശരിയല്ലാത്ത നിലപാടാണ് സംസ്ഥാന സർക്കാർ എടുത്തിട്ടുള്ളതെന്നൊരു അഭിപ്രായം പറഞ്ഞു. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഉണ്ടോ? ഞങ്ങൾക്ക് ക്ഷേമ പെൻഷൻ ഇല്ല. നിങ്ങളുടെ വീട്ടിൽ കുടുംബത്തിൽ ആർക്കെങ്കിലും ക്ഷേമ പെൻഷൻ ഉണ്ടോ? ഇല്ല. പക്ഷെ എന്നിരുന്നാലും ക്ഷേമ പെൻഷൻ കൊടുക്കാതിരുന്നത് ഒരു അപരാധമായി സർക്കാരിന്റെ മേൽ കെട്ടിവെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം. അത് നിങ്ങൾ മാധ്യമങ്ങൾ നടത്തിയിട്ടുള്ള സംസ്ഥാന സർക്കാരിനെതിരെ നടത്തിയിട്ടുള്ള ഒരു പ്രചരണ വേലയുടെ റിഫ്ലക്ഷൻ ആയിട്ടാണ് സമൂഹത്തിൽ നിലനിൽക്കുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പൊ അത്തരത്തിൽ
ഒരു ഭരണവിരുദ്ധ വികാരം സംസ്ഥാനത്തുണ്ട് എന്ന് വരുത്തി തീർക്കുന്നുള്ള ശ്രമമാണ്. അത്തരത്തിൽ ഒരു തരത്തിലും സംസ്ഥാന അങ്ങനെയല്ല, ഗവൺമെന്റ് വരുത്തി തീർക്കാനുള്ള ശ്രമമല്ല. ജനങ്ങൾക്കത് മനസ്സിലാവും. ജനങ്ങളെ അത് വില കുറച്ച് കാണുന്നതിന് തുല്യമാണ് താങ്കളുടെ ഈ വാക്കുകൾ. ഒരു സീറ്റ് എന്നല്ല, ഒരു 5 സീറ്റെങ്കിലും നേടിയാൽ പറയാം ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന്. അതുപോലും ബുദ്ധിമുട്ടാണ്. പക്ഷേ CPM-ന് പിടിച്ചു നിൽക്കാം. കാരണം കഴിഞ്ഞ തവണ ഒരു സീറ്റല്ലേ ഉണ്ടായിരുന്നുള്ളൂ. അതാണല്ലോ ഗോവിന്ദൻ മാസ്റ്റർ അന്ന് പകുതി തമാശയായിട്ട് പറഞ്ഞത്. എത്ര സീറ്റുകൾ കിട്ടിയാൽ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്ന് മനസ്സിലാക്കാമെന്ന് ചോദിച്ചപ്പോൾ ഒന്നിൽ കൂടുതൽ സീറ്റുകൾ എന്ന് അദ്ദേഹം പറഞ്ഞതും അതൊരു മുൻകൂർ ജാമ്യം എടുക്കലിൻ്റെ ഒരു സൂചന കൂടിയായിട്ടേ തോന്നുന്നുള്ളൂ. പിന്നെ ഇപ്പോഴത്തെ കേരളത്തിലെ നിലവിലെ സാഹചര്യവും ഇത് കഴിഞ്ഞുള്ള ഒരുപാട് അനാലിസിസും ഒക്കെ വന്നതാണല്ലോ. ബൂത്ത് തലത്തിൽ വിവരങ്ങൾ തേടിയതാണല്ലോ. അതുകൊണ്ട് തന്നെ LDF-ന് തന്നെ വ്യക്തതയുണ്ടല്ലോ. എനിക്ക് തോന്നുന്നില്ല താങ്കൾ പറയുന്ന പോലെ ഈ 6, 8 എന്നുള്ള കണക്ക് എത്രമാത്രം ശരിയാകുമെന്ന്. അങ്ങനെയല്ല. ഇടതുപക്ഷത്തിന്റെ ഒരു കാഴ്ചപ്പാട് വളരെ കൃത്യമായി ഇടതുപക്ഷത്തിന്റെ വോട്ടുകൾ കൃത്യമായി പോളിയിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പോളിംഗ് ശതമാനം കുറഞ്ഞത് ഇടതുപക്ഷത്തിന് അനുകൂലമായ സാഹചര്യമാണ് എല്ലാ കാലഘട്ടത്തിലും സംഭവിച്ചിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായ ഒരു ഇടതുപക്ഷത്തിന്റെ ചിട്ടയായ കേഡർ സ്വഭാവത്തിലുള്ള പ്രവർത്തനം നടത്തിയിട്ടുണ്ട് സംസ്ഥാനത്താകമാനം. അതുകൊണ്ടാണ് ആ ആത്മവിശ്വാസത്തിന് കുറേക്കൂടെ ബലം കൂടുന്നത് എന്നുള്ളതാണ് വസ്തുത. ഒരുപക്ഷെ ഇടതുപക്ഷത്തു നിന്നും അതുപോലെ തന്നെ കേരളത്തിലാകമാനം ഒരു അടിയൊഴുക്കിന്റെ ഒരു സ്വഭാവം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അത് ന്യൂനപക്ഷങ്ങൾക്കിടയിലാണ് അടിയൊഴുക്കുണ്ടായിട്ടുള്ളത്. ആ ന്യൂനപക്ഷങ്ങൾക്കിടയിൽ നടന്നിട്ടുള്ള അടിയൊഴുക്ക് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗങ്ങൾ എങ്ങോട്ട് ചലിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും നിർണായകം. 2019 ശ്രീ രാഹുൽ ഗാന്ധി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് ഈ 19 സീറ്റ് എന്ന മാജിക് നമ്പറിലേക്ക് കേരളത്തിലെ വോട്ടർമാർ ആ 19 സീറ്റും കോൺഗ്രസ് അനുകൂല UDF അനുകൂലമായി ഒരു തരംഗം ഉണ്ടാവുകയായിരുന്നു. പക്ഷെ എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു തരംഗം കേരളത്തിൽ സംഭവിച്ചിട്ടില്ല. അത്തരമൊരു തരംഗത്തിന്റെ സാധ്യതയും ഞാൻ കാണുന്നില്ല. ശരി, ശ്രീ N. ശ്രീകുമാർ, കേരളത്തിൽ ഒരു